ഹായ്, ഞാൻ ഡോക്ടർ ധന്യ കൃഷ്ണൻ, കൺസൾട്ടൻറ്റ് പെരിഡോണ്ടിസ്റ്റ്. വെൽക്കം ടു സ്മൈൽ മാറ്റേഴ്സ്. ഈ അടുത്തിടെ എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻറ്റിനെ കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു 51 വയസ്സുള്ള മെയിൽ പേഷ്യൻ്റാണ്. മോണയ്ക്ക് മൊത്തം വീക്കായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ നല്ല ബ്ലീഡിംഗ് ഉണ്ട്, മോണയിൽ നിന്ന് പസ് ഡിസ്ചാർജും ഉണ്ട്, ഭക്ഷണം കഴിക്കാനെല്ലാം ബുദ്ധിമുട്ടാണ്. മോളിൽ മൊത്തം ഫിക്സഡ് വെച്ചിരിക്കുകയാണ്. മൊത്തം എന്ന് പറഞ്ഞാൽ 2-3 പല്ല് കണക്ട് ചെയ്ത് ഫിക്സഡായിട്ട് ഒട്ടിക്കുന്ന ടൈപ്പ് പല്ലാണ് ആ പേഷ്യൻ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പേഷ്യൻ്റ് ഒരു ഹിസ്റ്ററി ഞാൻ ചോദിച്ചപ്പോൾ 10 വർഷം മുമ്പ് മോണയുടെ സർജറി ചെയ്ത ആളാണ്. പക്ഷെ വീണ്ടും ഇത് വരുന്നുണ്ട് പുള്ളിക്കാരന്. ഒരു ഫാമിലി ഹിസ്റ്ററി നോക്കിയപ്പോൾ അമ്മയ്ക്കും അമ്മയുടെ വീട്ടിലുള്ളവർക്കുമെല്ലാം ഇതുപോലെ മോണ വീക്കവും പല്ലിൻ്റെ ഇളക്കവും എല്ലാം വന്ന് തന്നെയാണ് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത്. ഒരു ചെറിയ ഏജിൽ തന്നെ അവർക്ക് മോണ വീക്കം വരെ പല്ലാടി തുടങ്ങുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട് അവർക്ക്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിലൊന്നും കുഴപ്പമൊന്നുമില്ല പേഷ്യൻറ്റിന്. ഷുഗറും അങ്ങനത്തെ എല്ലാം നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഹെറിഡിറ്ററി പാറ്റേൺ ആണ് പുള്ളിക്കാരൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ വീണ്ടും ഇത് വരുന്നത് കാരണം ഇപ്പോൾ ഫിക്സഡ് വെച്ചിരിക്കുന്ന പല്ല് ഇളകി പോകുമെന്നുള്ളൊരു പേടിയിലാണ് വന്നത്. പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അപ്പോൾ അവരെല്ലാം എക്സ്റേ എടുത്തതിന് ശേഷം പല്ല് മൊത്തം എടുത്തിട്ട് നമുക്ക് ഇംപ്ലാന്റും എല്ലാം വയ്ക്കാമെന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ പേഷ്യൻറ്റ് ഒരു 3 ആഴ്ചയേ ഉള്ളൂ നാട്ടിൽ, പുറത്ത് എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. എങ്ങനെയെങ്കിലും ഈ പല്ല് സേവ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് വന്നത്. പോകുന്നോളം പോട്ടെ എന്നുള്ള രീതിയിൽ. എക്സ്റേ കണ്ടപ്പം ഞാനും അത് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് സേവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കാരണം ഫിക്സഡ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പല്ലിലെല്ലാം തന്നെ അത്യാവശ്യം നല്ലവണ്ണം ബോണ് പോയിട്ടുണ്ട്, എല്ലിന് തേയ്മാനം വന്നിട്ടുണ്ട്. എന്നാൽ തന്നെ നമുക്ക് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തു. ക്ലീനിങ് ഒന്നും ചെയ്തിട്ടും മൊബിലിറ്റി, അതായത് ആട്ടം മാറിയിട്ടില്ല. പസ് ഡിസ്ചാർജ് അതുപോലെ തന്നെ ഉണ്ട്. ആൻറ്റിബയോട്ടിക്കും ഒക്കെ 2-3 ആഴ്ച കണ്ടിന്യൂസ് കൊടുത്തു, മരുന്നൊക്കെ മാറ്റി കൊടുത്തു. പക്ഷേ കുറയുന്നതല്ലാതെ ഫുൾ മാറുന്നില്ല. ഒടുവിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ്, മോണയുടെ സർജറി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഓരോ സൈഡായിട്ട് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. സർജറിയിൽ ഇടയിൽ തന്നെ നല്ല ബ്ലീഡിങ്, പക്ഷെ പെയിൻ അധികമായിട്ട് പറയുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോണ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. എല്ലാം നമ്മുടെ ഈ ബോൺ ഏരിയ എല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ആവശ്യമിടത്തെല്ലാം ഗ്രാഫ്റ്റ് ഇട്ട്. പക്ഷെ ഒരു 1 വീക്ക് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ചേഞ്ച് തോന്നി. അപ്പം പേഷ്യൻ്റ് തന്നെ ഹാപ്പിയായി. കാരണം വലിയ ഹീലിംഗ് പീരീഡ് ഒരു സക്സസ്ഫുൾ ആയിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, വലിയ പെയിനും ഒന്നും അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരുവിധം നല്ല ഹീലിംഗ് ആയി തുടങ്ങി. പല്ലിന് ആട്ടവും ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലോവർ ചെയ്തു. അങ്ങനെ ഒരു 1 മന്ത് ഫോളോ അപ്പിൽ നല്ല റിസൾട്ട് കിട്ടി. ബോൺ പോയയിടത്തെല്ലാം ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യണം. കാരണം ബോൺ പോയയിടത്തെല്ലാം നമ്മുടെ പല്ല് നീളം വെക്കുന്നതായിട്ട്, അതായത് റൂട്ട് പോർഷനൊക്കെ കാണാം. അതിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പേഷ്യൻ്റ് ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ സ്വന്തം പല്ല് തന്നെ അയാൾക്ക് നിലനിർത്താൻ കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വൈകിയാൽ തന്നെ നമ്മളൊരു എക്സ്റേ എടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ മോണയുടെ സർജറി ചെയ്താൽ ഒരുവിധം നമുക്ക് ബോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സേവ് ചെയ്തെടുക്കാം. ചിലർക്ക് നിർബന്ധമാണ് പല്ലുകളൊന്നും എടുത്ത് ഇംപ്ലാന്റ് പോലത്തെ ട്രീറ്റ്മെൻറ്റിന് പകരം സ്വന്തം പല്ല് തന്നെ സേവ് ചെയ്യണം എന്നുള്ളവർ ചിലർ കാണും. അങ്ങനെ നിർബന്ധമുള്ളവർ കാണും. അവർക്ക് ഫ്ലാപ്പ് സർജറി ഒരു ഓപ്ഷനാണ്, പ്രൊവൈഡഡ് നമ്മുടെ ബോൺ എത്രത്തോളം ഉണ്ടെന്നുള്ള രീതിയിൽ. ഇതൊന്നും ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് തന്നെ ചില പല്ലുകൾ നമുക്കൊരു രക്ഷയില്ല, എടുത്ത് കളയണം എന്നുള്ളതുണ്ടായിരുന്നു. അത് നമുക്ക് പറ്റത്തില്ല, ഒട്ടും ബോണില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനത്തത് ഞാൻ എടുത്തു. അത് നമുക്ക് ശരി ഇംപ്ലാന്റിലോട്ട് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റുന്ന പല്ലെല്ലാം ഞാൻ സേവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 6 മന്ത്സ് ഫോളോ അപ്പിൽ വരുമ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്.